നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ കരിവെള്ളൂരിൽ പോലീസുകാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അപൂർവ വിധി. ദിവ്യശ്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പെരളം സ്വദേശി രാജേഷിന് 3 ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. പ്രതിക്ക് ലഭിച്ച സമാനതകളില്ലാത്ത ശിക്ഷ അക്ഷരാർത്ഥത്തിൽ പോലീസിന്റെയും ഒപ്പം പ്രോസിക്യൂഷന്റെയും വിജയം. പ്രമുഖ പണ്ഡിതനും സമസ്ത കേന്ദ്ര മുഷാവർ അംഗവും നിരവധി മഹലുകളുടെ ഖാസിയുമായ TS ഇബ്രാഹിം കുട്ടി അന്തരിച്ചു. മരണം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന്. ഇടതുപക്ഷം 3ാം തവണയും ചരിത്ര ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് KP മോഹനൻ MLA. PK പ്രവീൺ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും 18,000-നും 22,000-നും ഇടയിലാകും ഭൂരിപക്ഷമെന്നും KP മോഹനൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ട്രോങ് റൂമുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് വിലയിരുത്തി. സുരക്ഷ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻരാജ് IPSന്റെ നേതൃത്വത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ കരിവെള്ളൂരിൽ പോലീസുകാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് 3 ജീവപര്യന്തം. കരിവെള്ളൂരിലെ ദിവ്യശ്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് പെരളം സ്വദേശി രാജേഷിന് 3 ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. 3 ജീവപര്യന്തം എന്നുള്ളത് അപൂർവ വിധിയാണ്. 2024 നവംബർ 21 വൈകിട്ട് 5:30 കൊലപാതകം. ചന്ദര പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന പലിയേരി കോവൽ സൗഭാഗ്യം വീട്ടിൽ ദിവ്യശ്രീ കൊല്ലപ്പെടുമ്പോൾ 35 വയസ്സായിരുന്നു. വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് പിതാവിനൊപ്പമായിരുന്നു താമസം. സംഭവ ദിവസം ഇവരുടെ വിവാഹമോചന കേസ് കോടതി പരിഗണിച്ചിരുന്നു. കോടതിയിൽ നിന്നും വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് കൊടുവാളുമായി രാജേഷ് ബൈക്കിലെത്തിയത്. വാൾ കൊണ്ട് ഗ്രിൽസിൽ വെട്ടിയ ശേഷം കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ വരാന്തയിലേക്ക് ഒഴിച്ചു. വരാന്തയിൽ ഗ്യാസ് സിലിണ്ടർ ഇരിപ്പുണ്ടായിരുന്നു. ഭയന്ന ദിവ്യശ്രീ നിലവിളിയോടെ പുറത്തേക്കോടാൻ ശ്രമിച്ചപ്പോൾ പലതവണ വെട്ടേറ്റു. വീടിന്റെ ഗേറ്റിന് സമീപം വീണപ്പോൾ തുരുതുര വെട്ടിക്കൊലപ്പെടുത്തി. തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും വെട്ടേറ്റു. സംഭവശേഷം കടന്നുകളഞ്ഞ രാജേഷിനെ പിന്നീട് ബാറിൽ നിന്നാണ് പിടികൂടിയത്. ദിവ്യശ്രീയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസി ശശിമോഹന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. CCTV ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ, 65 സാക്ഷികൾ, 36 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയായ കേസിലുണ്ടായത് 3 ജീവപര്യന്തമെന്ന അപൂർവ വിധിയും. ദിവ്യശ്രീ കൊലക്കേസിൽ അതിവേഗത്തിലാണ് കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. പ്രതിക്ക് ലഭിച്ച സമാനതകളില്ലാത്ത ശിക്ഷ അക്ഷരാർത്ഥത്തിൽ പോലീസിന്റെയും ഒപ്പം പ്രോസിക്യൂഷന്റെയും വിജയമാണ്. CCTV ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും കോടതി മുറിയിൽ എത്തിച്ചു നടത്തിയ വിചാരണയായിരുന്നു ദിവ്യശ്രീ വധക്കേസിലേത്. നടക്കുന്ന രംഗങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ കോടതിയിലുണ്ടായിരുന്നവർ തരിച്ചു നിന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാൾ പ്രതി രാജേഷ് പയ്യന്നൂരിലെ കടയിൽ നിന്ന് വാങ്ങുന്നത്, സംഭവശേഷം പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ATM കൗണ്ടറിൽ നിന്ന് പണം പിൻവലിക്കുന്നത്, പെരുമ്പാപ്പുഴയിൽ ഉപേക്ഷിച്ച കൊടുവാൾ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം മുങ്ങിയെടുക്കുന്നത്, കൊലപാതക ശേഷം കണ്ണൂർ പുതിയ തെരുവിലെ ബാറിലെത്തി പ്രതി മദ്യപിക്കുന്നത്, ഇതിനിടെ പോലീസെത്തി പിടികൂടുന്നത്, ഈ ദൃശ്യങ്ങളെല്ലാം കോടതിയിൽ പ്രദർശിപ്പിച്ചു. സംഭവം നടന്ന് 1.5 വർഷത്തിനകമാണ് കേസിൽ വിധി വരുന്നത്. 36 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനായ KP ശ്രീഹരിയെ 5 ദിവസം വിസ്തരിച്ചു. പരാതിക്കാരനായ അയൽവാസി ശശിമോഹൻ, ദിവ്യശ്രീയുടെ അച്ഛൻ വാസു, സഹോദരി പ്രവിത, പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ TM പ്രജിത്ത് തുടങ്ങി 65 സാക്ഷികളെ വിസ്തരിച്ചു. 51 തൊണ്ടി മുതലുകൾ ഹാജരാക്കി. 102 രേഖകൾ മാർക്ക് ചെയ്തു. കൊലപാതകം, വധശ്രമം, തെളിവ് നശിപ്പിക്കൽ, കൊലപാതകത്തിനായി വീട്ടിൽ അതിക്രമിച്ചു കയറൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ കോടതി ശിക്ഷിച്ചത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ 65 വയസ്സായ അമ്മയ്ക്ക് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നും സംരക്ഷിക്കാൻ താനല്ലാതെ മറ്റാരുമില്ലെന്നും അതിനാൽ ഇളവ് നൽകണമെന്നും പ്രതി പറഞ്ഞു. അതിക്രൂരമായാണ് ഭാര്യയെ വെട്ടിക്കൊന്നതെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് വധശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു. നിരായുധയായ സ്ത്രീയെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ വിധിയാണ് ഈ കേസിൽ കോടതി പുറപ്പെടുവിപ്പിച്ചതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ K. അജിത് കുമാർ പറഞ്ഞു.
ബോധപൂർവമായ കൊലപാതകമാണ് പ്രതി നടത്തിയത്. യാതൊരുവിധ ഇളവും പ്രതി അർഹിക്കുന്നില്ലെന്നും കോടതി കണ്ടെത്തിയതായി പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഈ കേസിന് പല അപൂർവതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഭവം നേരെ ഒരു 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 നമുക്ക് ഒരു കാണുന്ന ഒരു വിറ്റ്നസിന്റെ രൂപത്തിലാണ് കോടതി ഈ സംഭവത്തെ കാണാൻ പറ്റിയത്. പ്രോസിക്യൂഷൻ ആയിക്കോട്ടെ, കോടതിയിൽ അന്ന് ഉണ്ടായിരുന്ന അഭിഭാഷകർ എല്ലാവരും ആദ്യമായിട്ട് ഒരു സംഭവം, ഒരു കൊലപാതക സംഭവം നേരിട്ട് കോടതിയിൽ CCTV ദൃശ്യങ്ങൾ കോടതിയുടെ ഉള്ളിൽ ഉള്ള മോണിറ്ററിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ കാണാനുള്ള ഒരു അവസരം നമുക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒരു അപൂർവമാണ് ഇത്തരം 3 ലൈഫ് കൊടുക്കുന്ന ഒരു കേസും. വളരെ അപൂർവം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 3 ഡബിൾ ലൈഫൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ടെങ്കിലും 3 ജീവപര്യന്തം കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ അപൂർവങ്ങൾ തന്നെയാണ്. ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ 1980 സുപ്രീം കോടതിയുടെ ഒരു 5-അംഗ ബെഞ്ച് ഏതൊക്കെ കാരണത്താൽ ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കുക എന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അത് വാദം നടത്തിയെങ്കിൽ കോടതിക്ക് അത് ഉള്ള തെളിവുകൾ വെച്ചിട്ട് മാത്രമേ വിധി പറയാൻ പറ്റുള്ളൂ. ഏതായാലും പ്രോസിക്യൂഷൻ സംതൃപ്തിയാണ് കാര്യം. സാധാരണ അതായത് 2024 ഈ സംഭവം ഉള്ളത്. അപ്പോൾ 2024 ആവുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു വിധി വന്ന് ഒരു അപൂർവമായിരിക്കില്ല അങ്ങനെയുള്ള. തീർച്ചയായിട്ടും അതൊക്കെ പല അപൂർവതകൾ ഈ കേസിലുണ്ടെന്ന് പറയുന്നതാണ്. നമ്മൾ ഈ ജില്ലയിൽ തന്നെ 100 കണക്കിന് കേസുകൾ പെൻഡൻസി ഉള്ളപ്പോഴാണ് വെറും 1.5 വർഷം 90 ദിവസം കൊണ്ട് കുറ്റപത്രം കൊടുക്കുക. അതും ശാസ്ത്രീയപരമായ എല്ലാ അന്വേഷണവും നടത്തിയിട്ട് വെറുതെ ഒരു കുറ്റപത്രം കൊടുക്കില്ല. പോലീസിന്റെ എല്ലാ അന്വേഷണവും കൃത്യമായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു കേസാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം കസ്റ്റഡിയിൽ കിടന്ന് ജാമ്യം കൊടുത്തിട്ടുള്ള ക്രൂരമായ ഒരു കൊലപാതകമാണെന്ന് സെഷൻസ് കോടതിയും ഹൈക്കോടതിയും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാൾക്ക് ജാമ്യം കിട്ടാതെ പോയത്. ഏതായാലും കോടതി ആ രീതിയിൽ തന്നെ എടുത്തു. ഏറ്റവും ചുരുങ്ങിയ കാലമെടുത്ത്, അടുത്ത കാലത്ത് ഏറ്റവും ചുരുങ്ങിയ കാലമെടുത്ത് വിധി പറഞ്ഞ ഒരു കേസ് എന്ന പ്രത്യേകത ഈ കേസിനുണ്ട്. എന്തായാലും ഈ കോടതി വിധിയിൽ ഇപ്പം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ സാറിന് ഈ കോടതി വിധിയിൽ പൂർണ്ണമായത്? തീർച്ചയായിട്ടും കോടതി വിധിയെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു, സന്തോഷിക്കുന്നു. കോടതിക്ക് എത്രത്തോളം ഒരു ശിക്ഷ പരമാവധി കൊടുക്കാൻ പറ്റും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡെത്ത് പണിഷ്മെന്റ് എക്സെപ്ഷൻ ആണ്. റയറസ്റ്റ് കേസുകൾ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് അങ്ങനെ നമുക്ക് തോന്നിയതുപോലെ നമ്മൾ പ്രോസിക്യൂഷൻ ആർഗ്യൂ ചെയ്യുമെങ്കിലും തോന്നിയതുപോലെ കോടതിക്ക് അങ്ങനെ ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കാൻ കഴിയില്ല. ഏതായാലും മാക്സിമം കോടതി ഈ കേസിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ കുടുംബത്തിന് ആശ്വാസം കിട്ടുന്നില്ല. ഒരാൾ മരിച്ചാൽ ആർക്കും നമുക്ക് നികത്താൻ കഴിയില്ല എങ്കിൽ പോലും ഈ കൊലപാതകം ഇത് ഞാൻ ഒരു പ്രമുഖ പണ്ഡിതനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും നിരവധി മഹല്ലുകളുടെ ഖാസിയുമായ TS ഇബ്രാഹിംകുട്ടി മുസല്യാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഉണ്ണിക്കുളം എഗരൂർ പൂക്കോയ തങ്ങൾ ഹോസ്പീസിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ 4 മണിയോടെയാണ് അന്ത്യം. പുതുശ്ശേരി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗമായും തലശ്ശേരി, മാഹി, പാനൂർ, ചൊക്ലി, കോട്ടക്കൽ, നിട്ടൂർ, അഴിയൂർ തുടങ്ങിയ 30ഓളം മഹല്ലുകളുടെ ഖാസിയായും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. മങ്ങാട് മഹല്ല് പ്രസിഡന്റ്, കുത്തുബി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1937 ജനനം. കാസർകോട്ടെ പരേതരായ തളങ്കര മുഹമ്മദ് സയ്യിദ് മുസ്ലിയാരുടെയും ഫാത്തിമയുടെയും മകനാണ്. പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായ ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ പൗത്രനാണ്. സി ഫാത്തിമയാണ് ഭാര്യ. സഫിയ, സാജിദ, മുഹമ്മദ് സയ്യിദ്, മുഹമ്മദ് സാദിഖ, മുഹമ്മദ് സാലിം എന്നിവർ മക്കളാണ്. അബ്ദുറഹ്മാൻ കൂത്തുപറമ്പ്, നാസർ ഫൈസി മാക്കുൽപിടിക, സൈദ പാനൂർ, സൽഹത്ത് മുരിയാട്, ബുഷറ മുരിയാട് എന്നിവർ മരുമക്കളാണ്. റാബിയ പയ്യോളി, അബ്ദുറഹിം ചുക്ലി, പരേതരായ TS അബ്ദുൽ ഖാദർ മൗലവി, TS അബൂബക്കർ മുസ്ലിയാർ, TS അബ്ദുൽ ഹമീദ് മുസ്ലിയാർ എന്നിവർ സഹോദരങ്ങളാണ്. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ, KP മോഹനൻ MLA തുടങ്ങി നിരവധി പ്രമുഖർ വസതി സന്ദർശിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ.
സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റ് വാർത്തകളിലേക്ക്. ഇടതുപക്ഷം മൂന്നാം തവണയും ചരിത്ര ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് KP മോഹനൻ MLA. കൂത്തുപറമ്പ് മണ്ഡലത്തിലും ഇടത് സ്ഥാനാർത്ഥി PK പ്രവീൺ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 18,000-നും 22,000-നും ഇടയിലാകും ഭൂരിപക്ഷമെന്നും KP മോഹനൻ പറഞ്ഞു. UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണല്ലോ എന്ന ചോദ്യത്തിന് അത് തമാശയായി കണ്ടാൽ മതിയെന്നായിരുന്നു MLAയുടെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിന് ദിവസങ്ങൾ ശേഷിക്കെ കണക്കുകൂട്ടലുമായി മുന്നണികൾ. ഇടതുപക്ഷം മൂന്നാം തവണയും ചരിത്ര ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് KP മോഹനൻ MLA പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മൂന്നാം മന്ത്രിസഭ ഉണ്ടാക്കുകയും അതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ജനങ്ങളൊക്കെ തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ്. അതിനെ ഒരു തരത്തിലും മാറ്റിമറിക്കാൻ ആരെക്കൊണ്ട് സാധ്യമല്ല.
ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ എന്താണ് എന്നതിനെക്കുറിച്ച് അറിയാനും അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ തുടർഭരണത്തിന് ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നത്. UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, 100-ലധികം സീറ്റ് നേടും, ഭരണവിരുദ്ധ വികാരമൊക്കെയാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ പറയുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു? അത് വളരെ തമാശയായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ ഒരു യോജിപ്പിലല്ല ഉള്ളത്. അതുകൊണ്ട് എന്തും പറയാൻ പുറത്ത് ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് VD സതീശൻ്റെ പ്രസ്താവനയാണ് ഇതൊക്കെ തന്നെ കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ആ രൂപത്തിലാണ് അവരുടെ പാർട്ടിയുടെ ആളുകളും പോലും പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അവർ തന്നെ അറിയുന്നില്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു കാര്യത്തിലും എടുക്കേണ്ടതില്ല എന്നതാണ് പറയാനുള്ളത്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നല്ല മുന്നേറ്റമാണ്. നല്ല മുന്നേറ്റം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കറകളഞ്ഞ പ്രവർത്തനത്തിലൂടെ കൂടുതൽ ഭൂരിപക്ഷവുമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല രീതിയിലുള്ള പ്രവർത്തനം അടിത്തട്ടിലേക്ക്, ബൂത്ത് തലത്തിലേക്ക്, അതോടൊപ്പം തന്നെ ലോക്കൽ തലത്തിലേക്ക്, മണ്ഡല തലത്തിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ തന്നെ അവസാന നിമിഷത്തിൽ കൂടുതൽ ശക്തിയോടുകൂടി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു 18,000 മുതൽ 22,000 വരെയുള്ള ഭൂരിപക്ഷത്തിന് PK പ്രവീൺ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂത്തുപറമ്പ് മണ്ഡലത്തിലും ഇടത് സ്ഥാനാർത്ഥി PK പ്രവീൺ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 18,000-നും 22,000-നും ഇടയിലാകും ഭൂരിപക്ഷമെന്ന് KP മോഹനൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒന്നിൽ വിശ്വാസമുണ്ട്, 100%. ഞങ്ങളുടെ ഉറച്ച വോട്ടിനോടൊപ്പം കൂടുതൽ ആളുകൾ മറുപക്ഷത്തുള്ള പ്രത്യേകിച്ച് UDFിലെ ആളുകൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 18,000 മുതൽ 22,000 വരെയുള്ള ഭൂരിപക്ഷത്തിന് ശ്രീ PK പ്രവീൺ ഈ മണ്ഡലത്തിൽ വിജയം കൈവരിക്കുമെന്ന കാര്യത്തെക്കുറിച്ച്. ഇത് അതോടൊപ്പം നമുക്ക് ഒന്ന് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തന്നെ വളരെ അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് എല്ലാ നിലയിലും അത് ഏത് വിഭാഗമായാലും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് മണ്ഡലങ്ങളിൽ വ്യത്യസ്തമായിട്ട് തന്നെ പറയാം. ഇവിടെ ആ രൂപത്തിലുള്ളൊരു ഐക്യവും മുന്നോട്ടുള്ള പ്രവർത്തനവുമായി കണ്ടത്. എന്തായാലും അവരൊക്കെ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന പ്രവർത്തിച്ചവരെയും അതുപോലെ തന്നെ വോട്ട് ചെയ്തവരെയും ഇവിടെയുള്ള വളരെയധികമുള്ള നന്ദി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അത് നല്ല നിലയിൽ തന്നെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനവും ഇനി അങ്ങോട്ടുള്ള ഈ മണ്ഡലത്തിൻ്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്, പൂർത്തീകരിക്കാനുണ്ട്. ഇതൊക്കെ തന്നെ തീർക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ ഈ മണ്ഡലം മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മണ്ഡലമായിട്ട് മാറും. നല്ല പോളിംഗ്, അതാണ് പറയുന്നത്. നല്ല പോളിംഗ് ആയതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഗുണകരമായിട്ട് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ട്രോങ് റൂമിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് വിലയിരുത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിധിൻരാജ് IPSന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ട്രോങ് റൂമുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻരാജ് P. IPSന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ വരുന്ന ചാലയിലെ ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി എന്നിവിടങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കമ്മീഷണർ നേരിട്ടെത്തി വിലയിരുത്തിയത്. നടക്കാം ആരോഗ്യത്തിനായി ലോക ആരോഗ്യ ദിനത്തിൽ തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ നടത്തിയ വനിതകളുടെ നടത്ത മത്സരവും മെഡിക്കൽ ടെസ്റ്റിംഗ് ക്യാമ്പും ശ്രദ്ധേയമായി. നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മ അംഗങ്ങളുടെ സാംസ്കാരിക വേദിയാണ് മത്സരം സംഘടിപ്പിച്ചത്. തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിലെ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കിൽ നടന്ന മത്സരത്തിൽ വിവിധ പ്രായ വിഭാഗങ്ങളിലായി നിരവധി വനിതകൾ പങ്കെടുത്തു. GMWA ഫൗണ്ടേഷന്റെ സ്നേഹതീരം ഡയഗ്നോസ്റ്റിക് സെന്റർ ലാബിന്റെ സഹകരണത്തോടെ CBC, BMI, RBS, BP തുടങ്ങിയ പരിശോധനകൾ സൗജന്യമായി നടത്തി. വൈസ് പ്രസിഡന്റ് KM അഷ്വാഖ് അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് CP ഷമീദ സ്വാഗതം പറഞ്ഞു. യങ് വുമൺ വിഭാഗത്തിലെ വിജയികൾക്ക് സൊസൈറ്റി പ്രസിഡന്റ് ഫാസിന ബഷീർ, സീനിയർ വിഭാഗത്തിലെ വിജയികൾക്ക് സെക്രട്ടറി അബ്ദുൾ റഹീം എന്നിവർ
സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സീനിയർ വുമൺ കാറ്റഗറിയിൽ ഫൗസിയ ഹാഫിസ്, CH നഗീന, ഫമീദ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. യങ് വുമൺ കാറ്റഗറിയിൽ ഷഫീന സജീർ, ജംഷീദ, സുൽഫീന എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. 1ാം സ്ഥാനക്കാരായ വിജയികൾക്ക് മണവാട്ടി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് സിൽവർ റിങ്ങും 1, 2, 3 സ്ഥാനക്കാർക്കെല്ലാം 100 സെൻറ്റ്സ് നൽകിയ പ്രത്യേക പെർഫ്യൂമുകൾ നൽകി. പരിപാടിക്ക് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ സംസാരിച്ചു. സുരേഷ്, ഖാലിദ്, റാസിഖ്, മുഹമ്മദ് ബഷീർ, സഫരിയ ഷംസുദ്ദീൻ, PP ഫാറൂഖ്, CV താജുദ്ദീൻ, ബുഹാരി, അക്ബർ, ഫഹദ്, NK അർഷാദ് എന്നിവർ സംസാരിച്ചു. കൾച്ചറൽ ഫോറം ചെയർമാൻ റുക്സാന താഹ നന്ദി പറഞ്ഞു. തുടർന്ന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 100ഓളം പേർക്ക് BMW ലാബിൻ്റെ സഹകരണത്തോടുകൂടി മെഡിക്കൽ ടെസ്റ്റ് നടത്തി. ആരോഗ്യബോധം വളർത്തുകയും വനിതകളുടെ ഐക്യവും സജീവ പങ്കാളിത്തവും ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത മികച്ച സാമൂഹിക ഇടപെടലായി പരിപാടി മാറി. നമ്മുടെ ഈ പരിപാടി ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായിട്ട് സംഗമം കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച ഈ പരിപാടി വളരെ ഗംഭീരമായി സമാപിക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത, പ്രത്യേകിച്ച് നടത്ത മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരിമാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് കാലമായി സ്റ്റേഡിയത്ത് രാവിലെ വരുന്നവരാണ്. അപ്പോൾ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഒരു ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം 1/2 മണിക്കൂറെങ്കിലും ഈ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കണം. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. അലൂമിനിയം വ്യാപാര രംഗത്തെ പ്രമുഖ സംഘടനയായ ജില്ലാ അലൂമിനിയം ഡീലേഴ്സ് ഫോറത്തിന്റെ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ സമ്മേളനം ശനിയാഴ്ച നടക്കും. വൈകുന്നേരം 5 മണിക്ക് ഹോട്ടൽ പേൾ വ്യൂവിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ, സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അലൂമിനിയം ഡീലേഴ്സ് ഫോറം ജില്ലാ സമ്മേളനം
ഏപ്രിൽ 11 ശനിയാഴ്ച നാളെ വൈകുന്നേരം 5 മണിക്ക് ഹോട്ടൽ പേൾ വ്യൂവിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുന്നുണ്ട്. സംഘടനയുടെ വളർച്ചയുടെ ഭാഗമായി വർദ്ധിച്ചു വരുന്ന മെമ്പർമാരുടെ സൗകര്യാർത്ഥം 2 ജില്ലയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് വിഭജിക്കുകയാണ്, കണ്ണൂർ വരെ കാസർഗോഡ് വരെ. അതോടൊപ്പം വ്യാപാര രംഗത്ത് 25 വർഷം കഴിഞ്ഞ വ്യാപാരികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയാണ്. സംഘടനയുടെ വളർച്ചയുടെ ഭാഗമായും കൂടുതൽ അംഗങ്ങളെ ഉൾക്കൊള്ളുന്നതിനുമായി നിലവിലുള്ള ജില്ലാ കമ്മിറ്റിയെ കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 2 പ്രത്യേക ജില്ലകളായി വിഭജിക്കാനുള്ള സുപ്രധാന തീരുമാനവും ഈ സമ്മേളനത്തിലുണ്ടാകും. അലൂമിനിയം വ്യാപാര മേഖലയിൽ 25 വർഷം പൂർത്തിയാക്കിയ മുതിർന്ന വ്യാപാരികളെ സമ്മേളനത്തിൽ ആദരിക്കും. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട സർക്കാർ സഹായമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത കുടുംബത്തിന് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാനം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് വയനാട്ടിൽ വെച്ച് നടക്കും. കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബത്തിന് സർക്കാരിൽ നിന്നോ ഇതര സംഘടനകളിൽ നിന്നോ ഒരു ആനുകൂല്യം കിട്ടാത്തവരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു കുടുംബത്തിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച വീടിൻ്റെ താക്കോൽ ദാന കർമ്മം ഞായറാഴ്ച 11 മണിക്ക് വയനാട്ടിൽ വെച്ച് നടക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സത്താർ കുമ്പള, സെക്രട്ടറി PK ഷാജി, ട്രഷറർ ഖാലിദ് പയ്യന്നൂർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കമാൽ തലശ്ശേരി, തഫ്സീൽ എന്നിവർ പങ്കെടുത്തു. നവോദയ വിദ്യാലയ അലൂമിനി അസോസിയേഷൻ പൂർവ്വകാല അധ്യാപകരെ ആദരിക്കാനും പഴയ ബന്ധങ്ങൾ പുതുക്കുന്നതിനുമായി JNV മാഹി സ്കൂൾ ക്യാമ്പസിൽ അലൂമിനി മീറ്റ് 2026 സംഘടിപ്പിക്കും. ഏപ്രിൽ 12-ന് പന്തക്കൽ ജവഹർ നവോദയ വിദ്യാലയ സ്കൂൾ ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നിരവധി ആളുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാഹി നവോദയ വിദ്യാലയ 1988 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ മാഹി മേഖലയിൽ അത്യാവശ്യം എല്ലാ റൂറൽ ഏരിയയിലുള്ള കുട്ടികൾക്കെല്ലാം എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അച്ചീവ്മെൻറ്റ് കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 32 ബാച്ച് പാസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 32 ബാച്ചിൻ്റെ അലൂമിനീസും കൂടിയിട്ട് ഗിവിങ് ബാക്ക് എന്നുള്ള ഒരു പോളിസിയിലാണ് ഒരു അലൂമിനി അസോസിയേഷൻ രൂപീകരിച്ചത്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഒത്തുചേരലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഒരു സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തു, ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നവം എന്നാണ് പേര്. അപ്പോൾ ഇതൊരു ഗ്രാൻഡ് അലൂമിനി മീറ്റായിട്ട് നമ്മൾ 1988 മുതൽ പ്രിൻസിപ്പൽസും ടീച്ചേഴ്സും എല്ലാം നമ്മളൊരു ഗുരുകുല സംവിധാനം പോലെയാണ് നവോദയ. അത് കാരണം ടീച്ചേഴ്സും കുട്ടികളായിട്ട് അത്രയും ആത്മബന്ധമാണ്. അപ്പോൾ ആദ്യം മുതലുള്ള ടീച്ചേഴ്സ്, ഫസ്റ്റ് പ്രിൻസിപ്പൾ ഓൾമോസ്റ്റ് 90 ഇയേഴ്സ് ആണ്, ട്രിച്ചിയിലാണ് താമസിക്കുന്നത്, പുള്ളിയും വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലുള്ള പ്രിൻസിപ്പൽസിനെയും ടീച്ചേഴ്സിനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മീറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച ഏപ്രിൽ 12-ന് നവോദയ പന്തക്കിലുള്ള ക്യാമ്പസിൽ വെച്ചിട്ട് ആ പരിപാടി അരങ്ങേറുകയാണ്. അപ്പോൾ രാവിലെ 9 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. തുടർന്ന് ദീപം തെളിയിച്ചതിനു ശേഷം പരിപാടികൾക്ക് തുടക്കമാകും. വിരമിച്ച അധ്യാപകരെയും സീനിയർ അധ്യാപകരെയും ആദരിക്കും. പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കലും ക്യാമ്പസ് ചിത്രങ്ങൾ പ്രദർശനവും ബാച്ച് കോളും നടക്കും. അധ്യാപകർക്കുള്ള പ്രത്യേക ആദരണ സമ്മേളനവും അലൂമിനി അസോസിയേഷൻ സെക്ഷനും തുടർന്ന് ക്യാമ്പസ് മെമ്മറി വാക്കും ഗ്രാൻഡ് ഫിനാലെയായി സംഗീത വിരുന്നും ഉണ്ടാകും. പൂർവ്വ വിദ്യാർത്ഥികൾ മാർച്ച് 25-നകം രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. നാനാ തുറകളിലും എല്ലാ മേഖലകളിലും ഈവൻ സിവിൽ സർവീസിലായിക്കോട്ടെ, പിന്നെ MP-മാരുണ്ട്, MLA-മാരുണ്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട് നാനാ തുറകളിലുള്ള ആൾക്കാരും നമുക്ക് ഈ നവോദയയിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇവരെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടും നമുക്ക് ഇനി ഫർദർ നവോദയയിൽ നിന്ന് പാസ് ഔട്ടായി പോകുന്ന കുട്ടികൾക്ക് ഫർദർ എന്താണ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുക്കാനും അവരുടെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യാനും ഇതെല്ലാം കൂടി കണ്ടുകൊണ്ടുള്ള ഒരു ഗെറ്റുഗതറാണ് നമ്മൾ കാണിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ PK ബിജു, CK നിതീഷ്, P സനീഷ് എന്നിവർ പങ്കെടുത്തു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് വിഷു വിപണനമേള ആരംഭിച്ചു. പ്രസിഡന്റ് N അനൂപ് ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് വിപുലമായ വിഷു വിപണനമേള ആരംഭിച്ചത്. മേളയിൽ ഭക്ഷ്യവസ്തുക്കളും നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങളും വസ്ത്ര ഉൽപ്പന്നങ്ങളും മറ്റ് പലതരം വീട്ടു സാധനങ്ങളും ലഭ്യമാണ്. മേള ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ ചൊക്ലിയിലെ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ഈ വിഷു കാലത്ത് വിപണനവേള നടത്താൻ വേണ്ടി കുടുംബശ്രീ CDS ആണ് തീരുമാനിച്ചത്. നമ്മുടെ പഞ്ചായത്ത് പരിധിയിലെ 150ഓളം വരുന്ന കുടുംബശ്രീകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുടുംബശ്രീകളിൽ നിന്ന് സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത സാധനങ്ങളാണ് ഈ വിഷുക്കാലത്ത് ജനങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ചന്ത ഇവിടെ നടത്തുന്നത്. ഒരു പ്രത്യേക മേളയായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇനിയുള്ള 3 ദിവസക്കാലവും ഇവിടെ ഈ സ്റ്റാൾ വഴി ജനങ്ങൾക്ക് വിഷാംശരഹിതമായ പച്ചക്കറികളും അതുപോലെ തന്നെ സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളും എത്തിക്കാൻ വേണ്ടി വാർഡ് അംഗം വിനി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ റിജിന സ്വാഗതം പറഞ്ഞു. വാർഡ് അംഗം റിജിന, CDS ചെയർപേഴ്സൺ രജനി ബാബു, സനില എന്നിവർ സംസാരിച്ചു. ആദ്യ വിൽപ്പന ചൊക്ലി മാരാങ്ങടിയിലെ ഗൾഫ് വ്യവസായി CP മഹമ്മൂദ് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ കരിവെള്ളൂരിൽ പോലീസുകാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അപൂർവ വിധി. ദിവ്യശ്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പെരളം സ്വദേശി രാജേഷിന് 3 ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. പ്രതിക്ക് ലഭിച്ച സമാനതകളില്ലാത്ത ശിക്ഷ അക്ഷരാർത്ഥത്തിൽ പോലീസിന്റെയും ഒപ്പം പ്രോസിക്യൂഷന്റെയും വിജയം. പ്രമുഖ പണ്ഡിതനും സമസ്ത കേന്ദ്ര മുഷാവർ അംഗവും നിരവധി മഹലുകളുടെ ഖാസിയുമായ TS ഇബ്രാഹിം കുട്ടി അന്തരിച്ചു. മരണം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന്. ഇടതുപക്ഷം 3ാം തവണയും ചരിത്ര ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് KP മോഹനൻ MLA. PK പ്രവീൺ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും 18,000-നും 22,000-നും ഇടയിലാകും ഭൂരിപക്ഷമെന്നും KP മോഹനൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ട്രോങ് റൂമുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് വിലയിരുത്തി. സുരക്ഷ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P നിധിൻരാജ് IPSന്റെ നേതൃത്വത്തിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.